ഈ കാണുന്ന ടാങ്കിൽ കുറച്ച് നാൾ മുമ്പ് നമ്മൾ 6 മലബാർ സ്നേക്ക് ഹെഡുകളെ വാങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചന ഡിപ്ലോഗ്രാമ. നമ്മൾ പുലിവാഹ, മയിൽവാഹ അല്ലെങ്കിൽ നീലവാഹ എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ചെറിയ സൈസിനെയാണ് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇന്ന് ഇവർക്ക് ഫീഡ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. ഇപ്പോൾ അവർ ഫുഡ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ അവർ ശരിക്കും ഫുഡ് ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. അവർ പിന്നീട് വന്ന് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. കാരണം ഇതിനകത്ത് വെള്ളം മൊത്തം ആൽഗി അടിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ ഫ്ലോട്ടിംഗ് ചെടികളൊക്കെ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിൽ കാണുന്നത് ഡക്ക് വീഡും അതുപോലെ തന്നെ വാട്ടർ ലെറ്റ്യൂസും ആണ് ഈ കിടക്കുന്നത്. ചെറിയ ചെറിയ ഇലകളായിട്ട് കിടക്കുന്നത് ഡക്ക് വീഡും കുറച്ച് വലിയ ഇലകളായിട്ട് ഈ സ്പേസിൽ കാണുന്നത് നമ്മുടെ വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് എന്ന് പറയുന്ന ചെടിയാണ്. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു PVC ഫ്രെയിമിനകത്ത് ഈ കാണുന്നത് അസോളയാണ്. ഇതിനകത്ത് സാൽവീനിയ ഉണ്ടായിരുന്നു. അത് കേടായി പോവല്ല, അതിങ്ങനെ ചീഞ്ഞു പോകാനായിട്ട് തുടങ്ങി. കാരണം വെള്ളത്തിൽ ആൽഗെ വന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷനിലും അസോളയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഒരു സെക്ഷനിലായിരുന്നു മുമ്പ് സാൽവീനിയ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി എന്നിട്ട് 2 സെക്ഷനിലും അസോളയാക്കി. നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ജയൻറ്റ് ഗൗരവങ്ങൾക്കൊക്കെ നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഈ ചെറിയ ചെടികളിൽ വളർത്താമെന്ന് വിചാരിച്ചു. ആൽഗെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഡക്ക് വീഡും ഈ പറഞ്ഞ പോലെ വാട്ടർ ക്യാബേജും അതുപോലെ തന്നെ അസോളയും. സാൽവീനിയെ നമ്മൾ സെപ്പറേറ്റ് ടാങ്കിലിട്ട് വളർത്താനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾ ഇതിനകത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ആദ്യം ഫുഡ് അങ്ങനെ ഡയറക്റ്റ് എടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് ഈ ചെറിയ കണ്ടെയ്നറിൽ ഫിഷിൻ്റെ ചെറിയ പീസാണ് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ചെമ്മീനും വാങ്ങി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അതായിരിക്കും ഫീഡ് ചെയ്യുന്നത്. ചെമ്മീൻ, മീൻ അല്ലെങ്കിൽ മണ്ണിരകളെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊടുക്കാനായിട്ട്. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിരകളെ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ട് മണ്ണിരകളെയൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ചെമ്മീൻ അതുപോലെ തന്നെ മറ്റ് ഫാറ്റ് കുറഞ്ഞ ഫിഷുകൾ, പിന്നെ നമ്മൾ ചിക്കനും കൊടുക്കുന്നുണ്ട്. അതായത് മണ്ണിരകൾ, ചെമ്മീൻ, മറ്റ് ഫാറ്റ് കുറഞ്ഞ ഫിഷുകൾ, പിന്നെ ചിക്കൻ. ഈ 4 ഐറ്റംസാണ് നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയൊന്നും ഇവർ ഫുഡ് ഡയറക്റ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടായിരുന്നില്ല. ഇട്ട് കൊടുക്കുമ്പോൾ അത് താഴേക്ക് പോകലാണ് പതിവ്. ഇവർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്നീട് ചിലപ്പോൾ കഴിക്കുന്നുണ്ടായിരിക്കും, രാത്രിയോ അല്ലെങ്കിൽ നമ്മൾ മാറുന്ന സമയത്തൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ അടുത്ത് കുറച്ച് ദിവസമായിട്ട് അവർ കുറച്ച് ദിവസമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ വന്ന് കഴിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവർ ആ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫുഡ് എടുക്കുന്ന സമയത്ത് ഇവർ ബബിൾസ് ഇവരുടെ ചെകിള വഴി കണ്ടില്ലേ, ഇപ്പോൾ ബബിൾസ് വന്ന് കണ്ടില്ലേ, അതവർ കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത്, അതായത് ഫുഡ് എടുക്കുന്ന സമയത്ത് ചെകിള വഴി ഇവർ ബബിൾസ് പുറത്തേക്ക് വിടുന്നത് കാണാം. ഇത് വേറെ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വാഹകളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചെകിള വഴി അവർ ബബിൾസ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ സ്ട്രൈക്ക് ചെയ്ത് ഫുഡ് എടുക്കുന്ന സമയത്താണ് ഈ ഒരു ബബിൾസ് മുകളിലേക്ക് വരുന്നത്. ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബബിൾസ് മുകളിലേക്ക് വരുന്ന കാണാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ തലഭാഗമൊക്കെ ഞാൻ മുകളിലേക്ക് കണ്ടിരുന്നു. ഒരെണ്ണം മുകളിലേക്ക് വന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം ഇളകി മറിയുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ചെടികൾ അങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ കൂടെ നീന്തി പോകുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ആൽഗെ കിടന്ന് ഇളകി മറിയുന്നുണ്ട് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത്. അപ്പോൾ അവർ കഴിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ 6 എണ്ണത്തിനെയാണ് ചെറിയ സൈസ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഞാൻ ഇട്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം സൈഡിൽ വന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് താഴേക്ക് പോകുന്നില്ല. ബാക്കി എല്ലാവരും താഴെ മുങ്ങിയാണ് നിൽക്കുന്നത്. ഇത് മാത്രം സൈഡിൽ വന്ന് ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പണി കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചത്തു പോയിട്ടൊന്നുമില്ല. ഇതുവരെ ഒന്നും ചത്തു പൊങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ 6 എണ്ണം ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുകയാണ്. ഇനി അതിൻ്റെ കൗണ്ട് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതായത് വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൗണ്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് 6 എണ്ണം വിട്ടിട്ടുണ്ടെങ്കിൽ അത് ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 6 എണ്ണം തന്നെ അറിയാൻ പറ്റും. അല്ല ഇതിനകത്ത് ഏതെങ്കിലും ചത്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവർ തന്നെ സ്വയം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം അവർ ഫുള്ളായിട്ട് കഴിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചത്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ബോഡിയുടെ അവശിഷ്ടം ഇതിനകത്ത് കാണും, അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ആ പ്രശ്നമായിട്ട് കണ്ട ആ ഒരു പീസ് ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചത്തു പോകുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിക്കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ 6 എണ്ണം ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോൺ വെജ് ആണ് കൊടുക്കുന്നത്. അവർ കഴിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. പിന്നെ തുടക്കത്തിൽ ഇവർ ഫുഡ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കധികം പേടിക്കാനില്ല. ഇതിനകത്ത് വേസ്റ്റായി കിടന്നാലും ഇതിനകത്ത് നമ്മൾ മുമ്പ് ഈ ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത്
ഇതിനകത്ത് നമ്മൾ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് ഹെഡുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. അത് ഈ സക്കർ കാറ്റ് ഫിഷുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. നമ്മൾ നോൺ വെജ് ഇട്ട് കൊടുത്താലും അത് ഏതെങ്കിലും രീതിയിൽ ഇവർ കഴിക്കാതെ അതിനകത്ത് വേസ്റ്റായി കിടന്നാലും സക്കർ കാറ്റ് ഫിഷുകൾ വന്ന് കഴിച്ചത് ക്ലീൻ ചെയ്തോളും. ഇതിനകത്ത് ചെറിയ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ 8 പീസിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചെറിയ പീസുകളാണ്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ ആൽഗെ കാര്യങ്ങളൊക്കെ കഴിക്കും. അതുപോലെ തന്നെ ഈ ചെടികൾ കാര്യങ്ങളൊക്കെ സക്കർ കാറ്റ് ഫിഷുകൾ കഴിക്കും. അവർ ഓംനിവോറസ് ആണ്. അവർ നോൺ വെജും കഴിക്കും, വെജും കഴിക്കും, പെല്ലറ്റ് ഫുഡും കഴിക്കും. അവർക്ക് നമ്മൾ ഈ പുലിവാഹകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുന്നത് കുറച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ നോൺ വെജ് ഈ വാഹകൾക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ പെല്ലറ്റ് ഫുഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടുതൽ മോശമാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ പെല്ലറ്റ് ഫുഡ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കോർണറിലാണ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്കൊരു അത്യാവശ്യം നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് പോകും. കാരണം പൂപ്പൽ മാത്രം തിന്ന് ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം സക്കർ കാറ്റ് ഫിഷുകളുടെ ബോഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയിനായിട്ടും പ്രോട്ടീനും കാൽഷ്യവും ആണ്. അപ്പോൾ ഈ ചെടികൾ മാത്രം അല്ലെങ്കിൽ ഈ പൂപ്പൽ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കിട്ടില്ല. അതുപോലെ തന്നെ അവർ ഗ്രോ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രം ഇതിനകത്ത് നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വാഹകൾക്കായിട്ട് നമ്മൾ 3 നേരം ഇതുപോലെ നോൺ വെജും ഫീഡ് ചെയ്യുന്നുണ്ട്. സക്കർ കാറ്റ് ഫിഷുകൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ. നമ്മൾ മുമ്പ് ഈ വാഹകളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം വറ്റുന്നുണ്ട്, സൺലൈറ്റ് അടിച്ചിട്ട് വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ, അതായത് 3 ദിവസമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫീഡ് ചെയ്യാത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഇതിനകത്ത് എയറേഷൻ കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നമ്മൾ എയറേറ്റർ ഓൺ ചെയ്ത് എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ എയറേഷൻ കൊടുക്കും. അങ്ങനെ ഫീഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ എയറേഷൻ കൊടുക്കും. ഫീഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ എയറേഷൻ കൊടുക്കാറില്ല. സക്കർ കാറ്റ് ഫിഷുകൾക്കും അതുപോലെ തന്നെ സ്നേക്ക് ഹെഡുകൾക്കൊന്നും നമ്മൾ എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അവർ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കുന്ന മീനുകളാണ്. എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് എയറേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ വെള്ളം ഓക്സിജനേറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അതായത് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഒരു കാരണവശാലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. സൺലൈറ്റ് അടിക്കുന്ന ടാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ആൽഗെ നല്ല രീതിയിലുണ്ട്, ചെടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നല്ല രീതിയിൽ നടക്കും. വെള്ളത്തിൽ നാച്ചുറലായിട്ട് തന്നെ ഓക്സിജൻ്റെ അളവ് ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അഡീഷണലായിട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് ഓക്സിജൻ യൂസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. മീനുകളാണെങ്കിലും ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണെങ്കിലും ഈ ചെടികളൊക്കെ ആൽഗയൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ അഡീഷണൽ എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഫീഡിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം വെള്ളം നല്ല രീതിയിൽ പച്ച കളറിലാണ് ആൽഗെ അടിച്ച് കിടക്കുന്നത്. പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവർ വരുന്ന സമയത്തൊക്കെ ചില സമയത്ത് അടിയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളം ഇളകി മറിയുന്നതും ബബിൾസ് വരുന്നതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പിന്നെ വെള്ളം നല്ല തിക്കായിട്ട് പച്ച കളറിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവരെ തീരെ നമുക്ക് കാണാനായിട്ട് പറ്റാത്തത്. പക്ഷേ അവർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്തതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ സൈസ് ആയതുകൊണ്ടാണ്. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവർ ഫുഡ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ ബോഡിയൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ നമ്മൾ ഫീഡിങ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തതാണ്. കാരണം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ സ്നേക്ക് ഹെഡുകളാണ്. അപ്പോൾ അവർ ഫീഡ് എടുത്ത് തുടങ്ങിയോ ഇല്ലേ എന്നൊക്കെ പല ആൾക്കാർക്കും ഡൗട്ട് കാണും. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ മീനുകൾ ഈ ഷെയ്ഡിനടിയിലൊക്കെ വന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആംബിയൻസ് അവർക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.